ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് 2000-ഓളം ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമ തണ്ണിമത്തൻ പിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസിനെ കുറിച്ചിട്ട്. അത് മാത്രമല്ല, ഒരുപാട് വാട്സാപ്പ് വീഡിയോയിൽ കറങ്ങി കിടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തനകത്ത് എർത്രോസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് കളറിങ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കുറേ ടെസ്റ്റുകൾ FSSAI അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം എന്നാണ്. തമിഴ്നാട്ടിൽ കുറച്ച് കാലമായിട്ട് കൃഷിക്കാർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ആളുകളെല്ലാം ഈ പറഞ്ഞ FSSAI ഉദ്യോഗസ്ഥൻ അവിടെ ചാനലിൽ ന്യൂസ് 18-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, അതിനകത്ത് പറഞ്ഞത് പ്രകാരം തണ്ണിമത്തൻ മുറിക്കുകയും അതിനകത്ത് ഒരു വെള്ള ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് തുടച്ച് നോക്കുകയും ചെയ്യുമ്പോൾ ചുവന്ന നിറം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്രിമമായ കളർ ചേർത്തിട്ടുള്ള തണ്ണിമത്തനാണ് എന്ന് പറയുകയും ചെയ്തു. FSSAIയുടെ സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെല്ലാം അത് ചെയ്തു നോക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തണ്ണിമത്തനെക്കുറിച്ച് നോക്കുമ്പോൾ, തണ്ണിമത്തൻ എന്ന് പറയുന്നത് കുക്കർ വിറ്റാസ് എന്ന് പറഞ്ഞ ഫാമിലിക്കകത്ത് വരുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്കറിയാം തണ്ണിമത്തൻ താഴെ പടർന്ന് വളരുന്ന ഒരു സാധനമാണ്. പക്ഷേ എല്ലാ കാലത്തും തണ്ണിമത്തനെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ചുവന്ന നിറമുള്ള, അതായത് മുറിച്ച് കഴിഞ്ഞാൽ അകത്ത് ചുവന്ന നിറമുള്ള ഒരു ഫ്രൂട്ട് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ തണ്ണിമത്തൻ്റെ പഴയ പല ഫ്രൂട്ട്സിൻ്റെയും സീഡ്സ് ഈ അടുത്ത കാലത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2022 നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത്, അതായത് ലിബിയയിലെ ഒരു പഴയ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വൈൽഡ് വെറൈറ്റി, തണ്ണിമത്തൻ്റെ ഇന്ന് കാണുന്ന നമ്മൾ ബ്രീഡ് ചെയ്തെടുത്താണ്, അതിൻ്റെ വൈൽഡ് വെറൈറ്റി പണ്ട് ഈ പറഞ്ഞ ആളുകൾ ശേഖരിച്ച് വെച്ചിരുന്നതിൻ്റെ കുറച്ച് സീഡ്സ് കിട്ടി. അതിനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അത് വളരെ റോ ആയിട്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല പച്ച നിറമോ ഇല്ലെങ്കിൽ വെള്ള നിറമോ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞ നിറമോ ഒക്കെ ഉള്ളൊരു വൈൽഡ് വെറൈറ്റിയാണ് അന്നുണ്ടായിരുന്നത് എന്നുള്ളത് കാണാം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്നിപ്പോൾ പലതരം തണ്ണിമത്തൻ കാണാറുണ്ട്. മഞ്ഞ തണ്ണിമത്തനുണ്ട്, ഓറഞ്ച് തണ്ണിമത്തനുണ്ട്, പിങ്ക് നിറത്തിലുള്ള തണ്ണിമത്തനുണ്ട്, നല്ല ചുവന്ന നിറമുള്ള തണ്ണിമത്തനുണ്ട്. എങ്ങനെയാണ് ഈ പല വെറൈറ്റീസ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഉത്തരം. അത് സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ചുവന്ന വെറൈറ്റി ഉണ്ടാക്കിയെടുത്തതെന്നുള്ളതാണ്. ആദ്യമുള്ള കാണുന്നതിനൊക്കെ പ്രധാനമായും പ്രത്യേകിച്ച് ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പല രേഖാചിത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്. ഈജിപ്തിലെയൊക്കെ പല ശിലാലിഖിതങ്ങൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് മുതലേ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഡെസേർട്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വളരെ ജലത്തിന് ദൗർലഭ്യമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഉപയോഗിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഈ തണ്ണിമത്തൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 92% മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതിനുശേഷം ഒരു 7% കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സൂക്രോസ്, ഫ്രക്ടോസ് പോലെയുള്ള സിമ്പിളായിട്ടുള്ള ഷുഗേഴ്സാണ്. പിന്നെ കുറച്ച് മിനറൽസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കുറച്ച് പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം പോലെയുള്ള ചില മിനറൽസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പിന്നെ വൈറ്റമിൻ A ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു വാട്ടർമെലൺ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു ഡെസേർട്ടിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് വെള്ളത്തിൻ്റെ നല്ലൊരു സോഴ്സാണ്. അത്യാവശ്യം അവർക്ക് കുറച്ച് കാർബൺ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു നല്ല ഫ്രൂട്ടായിരുന്നു തണ്ണിമത്തൻ എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ അതിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ വെള്ളത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നെങ്കിലും ക്രമേണ നമുക്ക് ആ മധുരത്തോടുള്ള ഒരു താല്പര്യം, നമുക്കറിയാം നമുക്കൊക്കെ ഉള്ളൊരു കാര്യമാണ് ഷുഗർ ക്രേവിങ്, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയതുകൊണ്ട്, നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അതായതുകൊണ്ട് നമുക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ട് ഈ ചുമന്ന വെറൈറ്റികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ചുമന്ന വെറൈറ്റികൾ ഉണ്ടായെന്നുള്ളതാണ്. ഒരു 7-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 10-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ചൈനയിലേക്കും പോയിട്ടുണ്ട്, പിന്നെ യൂറോപ്പിലോട്ട് പോയിട്ടുണ്ട്, ഏറ്റവും അവസാനമാണ് അമേരിക്കാസിൽ എത്തുന്നത്. ഇന്ന് പലതരം വെറൈറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മഞ്ഞ നിറമുള്ള ഒരു ഹണിയുടെ ഒരു നോട്ടും ഫ്ലേവറും ഒക്കെ കിട്ടുന്ന അകത്ത് മഞ്ഞ ഉള്ള വെറൈറ്റി ഉണ്ട്. അതിനൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഓറഞ്ച് വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കുരുവേ ഇല്ല, പക്ഷേ അകം നല്ല ചുമചുമായിരിക്കുന്ന വെറൈറ്റി ഉണ്ട്. ഇങ്ങനെ പലതരം തണ്ണിമത്തൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തണ്ണിമത്തൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ചെടികളുടെ കൂട്ടത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ആകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തണ്ണിമത്തന് വിൽപ്പനയുള്ള ഒരു സമയം. അല്ലെങ്കിൽ കൃഷിക്കാർ അതിൻ്റെ വിളവെടുപ്പ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ തണ്ണിമത്തൻ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പല വെറൈറ്റി തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ചിലരൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുവന്ന നിറം കാണിക്കാനായിട്ട്. അപ്പോഴാണ് ഈ പറയുന്ന ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആളുകൾ ഇത് പേടിച്ചിട്ട്, അതായത് പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ ഫിയർ മോങ്കറിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരു സാധനത്തിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കുന്നതായിട്ട് കാണാം. നിറമാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, കളർ എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ പേടിയുള്ള ആളാണ്. എന്താണ് തണ്ണിമത്തന് ആ ചുവന്ന നിറം കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം
മനസ്സിലാക്കേണ്ടത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പിൽ അലിയുന്ന അല്ലെങ്കിൽ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു കരോട്ടിനോയിഡ് ആയിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിന് പേര് ലൈക്കോപ്പീൻ എന്നാണ്. ഈ ലൈക്കോപ്പീനാണ് ഈ തണ്ണിമത്തന് നല്ല ചുവന്ന നിറവും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ സ്വീറ്റ്നെസ്സും കൊടുക്കുന്നതെന്നുള്ളതാണ്. ഈ ലൈക്കോപ്പീൻ ചുമ്മാ ഒരു തണ്ണിമത്തൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വാരി വെതറിയിരിക്കുകയല്ല. അതിനകത്ത് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് അല്ലെങ്കിൽ ഒരു കോശം, അതിൻ്റെ ഫ്ലഷിനകത്തുള്ള ഒരു കോശത്തിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ ആണ് അതിനകത്ത് ഈ പറയുന്ന ചുമന്ന നിറം അല്ലെങ്കിൽ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് വ്യാപിച്ചിരിക്കുന്നത്. ഈ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് തണ്ണിമത്തനിൽ മാത്രമല്ല ഉള്ളത്, നമുക്കറിയാവുന്ന ടൊമാറ്റോയിലുണ്ട്. അതുപോലെ നമുക്ക് ഗുവ ഉണ്ടല്ലോ, പേരയ്ക്ക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുവന്ന നിറമുള്ള പേരയ്ക്കയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന ആ നിറവും ലൈക്കോപ്പീൻ തന്നെയാണ്, ഈ പിഗ്മെൻറ്റാണ്. അല്ലാതെ ചുവന്ന നിറമുള്ള വേറെ പല പിഗ്മെൻറ്റ്സ് ഉണ്ട്, ആന്തോസൈനിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബീറ്റസൈനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ വാട്ടർ സോല്യൂബിളാണ്. ഇനി നമുക്ക് തണ്ണിമത്തനകത്ത് എന്തെങ്കിലും ഒരു കളർ കുത്തി വയ്ക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. അതായത് ആദ്യം ഒരു തണ്ണിമത്തൻ എടുക്കുന്നു, അതിനകത്ത് തൽക്കാലം കളറൊന്നും കുത്തണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പിന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു നമ്മുടെ പപ്പടം കുത്തി പോലത്തെ സാധനം കൊണ്ടോ ഇതിനകത്ത് ഒരു തുളയിടുക. തുളയിട്ടാൽ സംഭവിക്കാൻ സാധ്യതകൾ എന്താണ്? ഇമീഡിയറ്റ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാൻ പറ്റും ആ തുളയുടെ ചുറ്റും എവിടെയാണോ നിങ്ങൾ ഹോൾ ഇട്ടത് അതിന് ചുറ്റും ഒരു ബ്രൗൺ കളർ ഒരു സംഭവം വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഇവിടെ തുളയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കോശങ്ങളെ നമ്മൾ ഡാമേജ് ചെയ്യാണ്. അപ്പോൾ ആ ഏരിയയിൽ ചീയലോ അല്ലെങ്കിൽ ചീത്തയാകലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഡാമേജ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആ സെല്ലിനെ നമ്മൾ നശിപ്പിക്കുമ്പോഴാണ് അതിനകത്തുള്ള ഈ പിഗ്മെൻറ്റ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണോ തുളച്ചിരിക്കുന്നത് ആ സ്ഥലത്തുള്ളത് ഫെർമെൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പുളിക്കുകയും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ആ ഏരിയ കേടായി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഫുഡ് കളർ, അതായത് എറിത്രോഷൈൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. എറിത്രോസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ട്രീ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. ഇത് വാട്ടർ സോല്യൂബിളാണ്, ഓർക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഒരു സിറിഞ്ച് വെച്ച് ഈ സാധനം കുത്തി വയ്ക്കുകയാണെങ്കിൽ ഈ തണ്ണിമത്തൻ മുഴുവൻ യൂണിഫോമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്പ്രെഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് എവിടെയാണോ ആ നീഡിൽ തുളയ്ക്കുന്നത് ആ സ്ഥലത്തെ കോശങ്ങൾ മാത്രം നശിക്കുകയും ആ ഏരിയയിലേക്ക് മാത്രം ഏതാണ്ട് വെയിൻസിലൂടെ പോകുന്നത് പോലെ അവിടെ മാത്രം കളർ സ്പ്രെഡ് ചെയ്യുകയുള്ളൂ. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണ്ണിമത്തന് നമുക്കറിയാം നല്ല കട്ടിയുള്ള തൊലിയാണ്. ആ എവിടെയാണോ തുളയ്ക്കുന്നത് ആ തൊലിയുടെ ഭാഗത്ത് ആ കളർ സ്പ്രെഡാവും. നാച്ചുറലായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരിക്കലും കാണാറില്ല. എപ്പോഴും അതിൻ്റെ ഫ്ലഷിൽ മാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ കോശത്തിനുള്ളിലാണ് ആ പിഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ നമ്മൾ എവിടെയാണോ തുളയ്ക്കുന്നത് അവിടെ കാണും. ഇനി രണ്ടാമത്തെ കാര്യം, സിറിഞ്ചിന് ഈ തണ്ണിമത്തനകത്ത് ഞാൻ പറഞ്ഞല്ലോ 92% വെള്ളമാണ്. അപ്പോൾ ഒരു വിളഞ്ഞ തണ്ണിമത്തനകത്താവുമ്പോൾ കുറച്ച് എയർ സ്പേസ് കാണാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിങ്ങളൊരു 40-50 ml ഒരു കളർ എടുത്തിട്ട് ഇതിനകത്ത് മുഴുവൻ നിറയ്ക്കാനായിട്ട് കുത്തി വയ്ക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഈ സിറിഞ്ച് കുത്തിയാൽ ഇത് ഒരു കാരണവശാലും ഈ ഫ്ലൂയിഡ് അകത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം അത്രയും പ്രഷർ ടൈറ്റാണ് അതിനകത്ത്. നിങ്ങൾക്ക് അതിനകത്ത് പ്രഷർ കുറവാണെങ്കിൽ മാത്രമേ ഈ സിറിഞ്ച് കൊണ്ട് കുത്തി അതിനകത്തേക്ക് ഈ നിറം ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ടേക്ക് ഇറങ്ങുകയില്ല എന്നുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് മറ്റൊരു തുളയിടണം. അങ്ങനെ തുളയിട്ട് കഴിഞ്ഞാൽ അതുവഴി ആ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പ്രാക്ടിക്കലി ഇങ്ങനെ കുത്തി വയ്ക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പലരും വീഡിയോ ഉണ്ടാക്കാനും മറ്റുമായിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ട് കുത്തിച്ച് പടമെടുത്ത് വീഡിയോ ഇടുന്നു എന്നുള്ളതാണ് സത്യം. ഇനി FSSAI ഇതുപോലെ എല്ലാ വർഷവും ഈ ആളുകളുടെ പേടി മാറ്റാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ എണ്ണം നടന്ന് ഒരു പ്രഹസനം കാണിച്ച് കുറേ തണ്ണിമത്തം പിടിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്നത്. ഇനി FSSAI പറഞ്ഞ ടെസ്റ്റിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ പോയി ആ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. പലർക്കും കൃത്യമായ കാര്യം മനസ്സിലായിട്ടുണ്ട്. കാര്യം എറിത്രോസൈൻ എന്ന് പറയുന്ന ഫുഡ് കളർ ഇതിനകത്തേക്ക് കുത്തി വയ്ക്കുകയായത് ആണെങ്കിൽ അവർ പറയുന്ന ടെസ്റ്റ് ജസ്റ്റ് ഒരു ടിഷ്യൂ ഇട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും എന്നാണ്. ഇതിൻ്റെ നാച്ചുറൽ പിഗ്മെൻറ്റ് പോലും ഇതേ സ്വഭാവം തന്നെ കാണിക്കുന്നുള്ളതാണ്. അതായത് നിങ്ങൾ അതിനകത്ത് മുറിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കുകയാണെങ്കിൽ അതിനകത്ത് നിറം ഉണ്ടാവും. ഇതേ കാര്യം നിങ്ങൾ ടൊമാറ്റോയിൽ ചെയ്താലും ഉണ്ടാവും. അതുപോലെ തന്നെ ടൊമാറ്റോയുടെ പിഗ്മെൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേറെ രീതിയിലാണ്. ഈ ഗുവ അല്ലെങ്കിൽ നമ്മുടെ പേരക്കയിൽ ചെയ്ത് നോക്കിയാലും ഉണ്ടാവും. കാര്യം ഈ പിഗ്മെൻറ്റിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഫാറ്റിൽ സോല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ പേപ്പർ കൊണ്ട് ഉടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിറം കാണാൻ പറ്റും. അപ്പോൾ നിറം കാണുന്നവരെല്ലാം പേടിക്കുകയും ഇതെല്ലാം ഫുഡ് കളറാണെന്ന് വിചാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള സാധനം 92% വെള്ളമുള്ള ഈ തണ്ണിമത്തനകത്ത് ഫ്രീ ആയിട്ട് കിടക്കുന്നത് എന്നൊരു തോന്നൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അതിൻ്റെ ഫ്ലഷിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗത്തിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തൊട്ടിയിൽ വെള്ളം എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് അതിനകത്ത് ബലൂണിനകത്ത് വെള്ള കളർ ബലൂണിനകത്ത് കളർ നിറച്ച് കെട്ടി ഓരോ പാക്കറ്റ്സ് ആയിട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് തണ്ണിമത്തനകത്ത് ഈ പറയുന്ന
ആ മോളിക്യൂൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ബലൂൺ പൊട്ടിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ആ കളർ സ്പ്രെഡ് ആവും. ഈ ഒരു രീതിയിലാണ് തണ്ണിമത്തനകത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. കൃഷിക്കാർ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം മര്യാദയ്ക്ക് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരുടെയൊക്കെ കൃഷി ആരും വാങ്ങിക്കാതെ, പ്രോഡക്റ്റ് ആരും വാങ്ങിക്കാതെ അങ്ങനെ വന്നപ്പോൾ അയാൾ തന്നെ വീണ്ടും ഒരു വീഡിയോ എടുത്തു. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, അത് ഉള്ളത് പ്രോപ്പറായിട്ട് തമിഴ്നാട്ടിലുള്ളത് അയാൾ പറഞ്ഞ അങ്ങനെയാണ്, തമിഴ്നാട്ടിലുള്ള 99% തണ്ണിമത്തനും സേഫാണ് കഴിക്കാൻ, ഞങ്ങൾ വളരെയധികം നന്നായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് തണ്ണിമത്തനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു വലിയ സിറിഞ്ചിനകത്ത് ഒരു 50 ml കളർ എടുത്തിട്ട് കുത്തി കയറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. ആ തണ്ണിമത്തനകത്ത് ക്രാക്കോ വേറോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കുത്തി അകത്തോട്ട് ഇറങ്ങു പോലുമില്ല. അവിടെ നിന്ന് നല്ല പ്രഷറാണ്. 2% മാത്രമേ അതിനുള്ളിൽ ലെയറുള്ളൂ, ബാക്കിയെല്ലാം വെള്ളമാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കുത്തി ഇറക്കാൻ പാടാണ്. ഒന്നിലധികം തുളയിടുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം, ഒരു തുളയിൽ കൂടി കുത്തി കയറ്റിയാൽ മറ്റേ തുളയിൽ കൂടി അത് പുറത്ത് വരുന്നത് കാണാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് പങ്ക്ചർ ചെയ്ത ആ കുഴി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു ദിവസമെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളർ ചെയ്ത ഭാഗം മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അഴുകിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഇത് കുത്തി കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തണ്ണിമത്തൻ അഴുകി പോകും. പിന്നെ അത് വിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത്? മാത്രമല്ല ഈ ഫുഡ് കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഞാനൊരു വഴിയരികിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കാണാനെങ്കിലും അല്ലെങ്കിൽ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് അതങ്ങനെയാണെന്ന് വിശ്വസിക്കാവുന്നേ ഉള്ളൂ. ഇനി പിടിച്ചെടുത്ത തണ്ണിമത്തൻ 2000 തണ്ണിമത്തൻ പിടിച്ചെടുത്തു എന്ന് പറയുന്നതിന് സ്ഥലത്ത് കൃത്രിമ കളർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളർ എന്നുള്ള പല പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ചില പേപ്പറുകൾ റിപ്പോർട്ട് ചെയ്തതിനകത്ത് ചെയ്തത് എന്താണ്, 2000-ഓളം ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമ തണ്ണിമത്തൻ കോൺഫിസ്കേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ ന്യൂസ് കൊടുത്തത്. ഇത് ആലോചിക്കണം. കാര്യം ഒരു കാലത്ത് ഭയങ്കര പ്രചാരം ഉണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, ചൈനീസ് മുട്ട അല്ലെങ്കിൽ കൃത്രിമ മുട്ട എന്ന് പറഞ്ഞിട്ട്. കാര്യം എപ്പോഴും ഒരാൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ലാഭം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം വേണ്ടതുണ്ട്. അതായത് മുട്ട നമുക്കൊരു 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ വിൽക്കാൻ പറ്റുന്നത്. ആ മുട്ടയേക്കാൾ വില കൂടിയ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ അത്രയും ചിലവ് കൂടും. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അത്രയും തിൻ ഷെല്ല്, അകത്ത് വെള്ള കരു മഞ്ഞ കരുവൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ, സിന്തറ്റിക്കലി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചിലവ് കൂടുതലായിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ചെയ്യും? അതിനേക്കാളും കോഴി വളർത്തുന്നതല്ലേ എളുപ്പം. അപ്പോൾ അങ്ങനെ ആരും ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ കാണുന്നത് പോലെ തണ്ണിമത്തനെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതിനകത്ത് പ്രത്യേകിച്ച് യാഥാർത്ഥ്യം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ സംഭവിച്ചത് എന്താണ്, 2000 ആർട്ടിഫിഷ്യലി കളേർഡ് തണ്ണിമത്തനെ പിടിച്ചു എന്നുള്ളത് ന്യൂസിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയപ്പോൾ വന്ന ഒരു പെശകാണ് എന്നുള്ളത് വളരെ എവിഡൻ്റാണ്. അല്ലാതെ ഇതുപോലെ കൃത്രിമമായിട്ട് തണ്ണിമത്തൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ഷേപ്പിലുള്ള തണ്ണിമത്തൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ജപ്പാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ക്യൂബ് പോലെയുള്ള ഷേപ്പിലുള്ള തണ്ണിമത്തൻ അവർക്ക് ഭയങ്കര വിലയുമാണ്. $200 ഒരു പീസ് വിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ഡിസൈനർ തണ്ണിമത്തൻ എന്നുള്ള രീതിയിൽ ആ ഷേപ്പിൽ ക്യൂബ് ഷേപ്പിലാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ അതിനും കസ്റ്റമേഴ്സ് പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഇത് നന്നായിട്ട് പഴുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വലിപ്പത്തിലേക്ക് വളരണം. പക്ഷേ ഇവർ ഒരു മോൾഡ് പോലെ ഒരെണ്ണത്തിനകത്തിട്ട് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് അത്ര റൈപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ പറിക്കും. അപ്പം തന്നെ അതിനൊരു പച്ച അല്ലെങ്കിൽ അത്ര സ്വീറ്റ്നെസ് ഇല്ലാത്ത ഒരു സ്വഭാവമാണ് കാണുന്നത്. കൂടുതലും ഒരു ഡെക്കറേഷൻ വർക്കിനോ അല്ലെങ്കിൽ ആർട്ട് വർക്കിനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഞാൻ പറയണം. അത് പറ്റിയപ്പല്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ക്യൂബ് ഷേപ്പിലുള്ള തണ്ണിമത്തൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള. FSSAI ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ നിന്ന് ഈ എന്താ പറയുക, ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ പിഗ്മെൻറ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരൊരു ആക്ഷൻ എടുത്തായിട്ട് കാണുന്നില്ല. ആളുകൾ ഇപ്പോഴും അത് ശരിയാണ് അല്ലെങ്കിൽ വസ്തുതാപരമായി ശരിയാണെന്നുള്ള വിശ്വാസത്തിൽ പലരും ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. തണ്ണിമത്തൻ എങ്ങനെ നല്ലൊരു തണ്ണിമത്തനാണെന്ന് നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സംഗതി വളരെ സിമ്പിളാണ്. ഒന്ന്, തണ്ണിമത്തൻ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ തട്ടി നോക്കുമ്പോൾ അത് റൈപ്പാണോ സ്വീറ്റ് ആണോ എന്നറിയാനായിട്ട് അതിൻ്റെ ടോൺ നോക്കുക. അതായത് നല്ല റൈപ്പ് ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്തുള്ള കണ്ടൻറ്റുകൾ ഒന്ന് ചെറുതായിട്ട് അതിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ കൊട്ടിക്കഴിഞ്ഞാൽ നമുക്കകത്ത് ആ ഒരു കുറച്ച് ഹോളോ ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാമെന്നുള്ളതാണ്. അത്ര റൈപ്പായില്ലെങ്കിൽ കുറച്ച് മടിയായിട്ടുള്ളൊരു തഡ് പോലെയുള്ള ഒരു ശബ്ദമായിരിക്കും അതിന് കേൾക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തറയിൽ കിടന്ന് വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാടുണ്ടാവും, മഞ്ഞയോ വെള്ളയോ ആയിട്ടുള്ള ഏതെങ്കിലും ആ ഭാഗത്ത് മുട്ടിയിരിക്കുന്നതിൻ്റെ ഒരു പാടുണ്ടാവും.
ഇത് വളരുന്നതിനനുസരിച്ചിട്ട് നല്ല ഷേപ്പിലും ഭംഗിയിലുമാണ് വളരുന്നത്. അതുപോലെ മുകളിൽ ചെറിയ ബ്രൗൺ വെയിൻസ് പോലെ കാണുക, അത് നല്ലതാണ്. കാര്യം അതിനകത്തുള്ള റൈപ്പായിട്ട് ഷുഗർ പുറത്തേക്ക് വരുന്നതിൻ്റെ ആ ഒരു ലക്ഷണമാണ് ആ ബ്രൗൺ കളർ ഇതെന്ന് പറയുന്നത്. അധികം തിളക്കമുള്ളതിനേക്കാൾ കുറച്ച് ഡള്ളായിട്ടുള്ള കളറുള്ളതാണ് യൂഷ്വലി റൈപ്പായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തണ്ണിമത്തൻ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇനി എങ്ങാനും എറിത്രോസൈൻ ഇതിനകത്തുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. എറിത്രോസൈനിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. US FDA അത് ആദ്യം 90കളിൽ തന്നെ കോസ്മെറ്റിക്സിൽ നിന്ന് നിരോധിച്ചതാണ്. ഫുഡിനകത്ത് ഇപ്പോഴും അവർ അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2025 അവർ ബാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ ക്രമേണ മാത്രം ഫുഡിൽ നിന്ന് മാറ്റാനാണ്. അതിന് പ്രൈമറി ആയിട്ടുള്ള കുറച്ച് എവിഡൻസ് ആണുള്ളത്. അതിൻ്റെ തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ എലികളിൽ തൈറോയിഡിന് മുഴകൾ വരാനുള്ള സാധ്യത പോലെയുള്ള, അല്ലെങ്കിൽ ചില പഠനങ്ങൾ പറയുന്നത് അതിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. പിന്നെ കാർസിനോജെനിസിറ്റി അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. എലികളിൽ മാത്രം ഈ പറയുന്ന സ്വഭാവം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. മനുഷ്യനിൽ ഇത് കൊടുത്ത് നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. പക്ഷേ എന്നാലും മനസ്സിലാക്കുന്നത് റെക്കമെൻഡഡ് ഡെയിലി ഇൻടേക്ക് അല്ലെങ്കിൽ RDI എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് 0.1 ഗ്രാം എങ്ങാണ്ടാണ് പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്. അത്രയും ചെറിയ അളവിലാണ് നമ്മളിത് ഫുഡ് കളറായിട്ട് കഴിക്കുന്നെങ്കിൽ പോലും പ്രശ്നമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ അറിവ്. അതുകൊണ്ട് ഇനി അഥവാ ഒരു ഇത്തിരി കളർ പോകുമെന്നുള്ള പേടിയുള്ളവർക്കും അത് പേടിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനെ കളറ് കുത്തിവയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അതിൻ്റെ ഡിഫിക്കൽട്ടി ഞാൻ പറഞ്ഞു. പ്രഷർ കാരണം നിങ്ങൾക്ക് കുത്തിവയ്ക്കാൻ പറ്റില്ല. ഇനി അത് കുത്തിവെച്ച ഭാഗം ഒരു ദിവസത്തിനകം തന്നെ അവിടെ ഭാഗം ചീത്തയാവും. അവിടെ ദ്വാരമിട്ടാൽ പോലും അതിനകത്തുള്ള ഏരിയയിലുള്ള ഷുഗേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത് ഫെർമെൻറ്റ് ചെയ്യും, പുളിച്ചു പോവും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഉപയോഗശൂന്യമായി പോകും എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നവരെ ബൈ.